നിങ്ങൾ വിചാരിക്കുന്നത് പോലെ പാപികളായിരിക്കുന്ന ഒരു ക്രിസ്തീയ മതവിശ്വാസി എന്നിട്ട് ഞങ്ങൾ പാപികളെന്ന് പറഞ്ഞിട്ട് ദൈവത്തിന്റെ മക്കളെന്ന് പറയാൻ വരട്ടെ. നിങ്ങൾ ആദമിന്റെ മക്കളാണ്. 6000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവം തന്റെ രൂപത്തിലും സാദൃശ്യത്തിലും ഒരു പുരുഷനെ സൃഷ്ടിച്ചു. രണ്ടുപേരെ ദൈവം സൃഷ്ടിച്ചിട്ടില്ല. നമ്മളെ ആരെയും ദൈവം സൃഷ്ടിച്ചതുമല്ല. ആ ഏകപുരുഷൻ വിശുദ്ധനും ദൈവത്തിന്റെ മകനുമായിരുന്നുവെങ്കിലും അവൻ പാപം ചെയ്ത് ദൈവത്തെ തള്ളിക്കളഞ്ഞ് അവൻ സാത്താന് കീഴടങ്ങി. ആത്മാവിൽ അവൻ വിശുദ്ധിയിൽ മരിച്ച് സാത്താന്റെ സന്തതിയും പാപിയുമായിട്ട് രൂപാന്തരം ചെയ്യപ്പെട്ടു. ആ പാപിയായിരിക്കുന്ന ഏക പുരുഷന്റെ രക്തത്തിൽ നിന്നാണ് നാം എല്ലാവരും ജനിച്ചത്. ഹിന്ദുക്കളാകട്ടെ, ക്രിസ്ത്യാനികളാകട്ടെ, മുസ്ലിങ്ങളാകട്ടെ, ബ്രാഹ്മണനോ ക്ഷത്രിയനോ വൈശ്യനോ ശൂദ്രനോ ആയിക്കോട്ടെ, കറുത്തവനോ വെളുത്തവനോ സായിപ്പോ നീഗ്രയോ ആയിരിക്കട്ടെ, എല്ലാവരും ഒരേ പുരുഷന്റെ രക്തത്തിൽ ജനിച്ചതുകൊണ്ട് എല്ലാവരും ഒരുപോലെ പാപം ചെയ്ത് ദൈവത്തിൽ നകന്നു പോയവരാണ്. ആകയാൽ പ്രിയപ്പെട്ടവരെ, അവരുടെ പാപത്തിന്റെ ശമ്പളം മരണമാണെന്നുള്ള ദൈവകോടതിയുടെ മുമ്പിൽ അവരെല്ലാവരും ഒരുപോലെ കുറ്റക്കാരായിട്ട്, അവരെല്ലാം ഒരുപോലെ നരകവിധിക്ക് യോഗ്യരായിട്ട് തീർന്നത് വഴി 6000 വർഷത്തെ മനുഷ്യന്റെ ചരിത്രം ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. എന്നാൽ പാപത്തിന്റെ ശമ്പളം മരണമാണെന്നുള്ള ദൈവകോടതിയുടെ മുമ്പിൽ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ പിതാവായ ദൈവത്തിന് നമ്മളോട് കരുണ തോന്നി. അതേ പ്രിയപ്പെട്ടെ, ഒരപ്പൻ തന്റെ കുഞ്ഞുങ്ങൾ പാപം ചെയ്താൽ നശിച്ചു പോകുവാനോ അവരെ കോടതിയിൽ പിടിപ്പിച്ചിട്ട് അവരെ വധശിക്ഷ വിധിക്കണമെന്ന് കോടതിയോട് പറയുകയോ ചെയ്യയില്ല. ഒരപ്പൻ തന്റെ കുഞ്ഞ് തെറ്റിപ്പോയി കഴിഞ്ഞാൽ അവൻ എന്താണ്, ആ തെറ്റിൽ നിന്ന് അവനെ വിടുവിപ്പാനും അവനെ ശിക്ഷാവിധിയിൽ നിന്ന് രക്ഷിപ്പാനും ആശിക്കുന്നത് പോലെ മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തിന്റെ ശിക്ഷാ നിയമത്തിന് യോഗ്യരായിട്ട് തീർന്നുവെങ്കിലും ലോകാവസാനത്തിങ്കൽ ദൈവത്തിന് മനുഷ്യനോടുള്ള അഗാധമായിരിക്കുന്ന സ്നേഹമാണ് തന്റെ പുത്രനായിരിക്കുന്ന ക്രിസ്തു. അവൻ ഭൂമിയുടെ മധ്യഭാഗത്തേക്ക് ഇതാ ഇറങ്ങി വരിക.